എവറിത്തിങ് ഈസ് പ്രഡിക്റ്റഡ് ആണ്. നമ്മുടെ ലോകത്ത് എന്ത് സംഭവിക്കും, ഏതൊക്കെ ഭൂഖണ്ഡങ്ങളിൽ ഏതൊക്കെ രീതിയിലായിരിക്കും കൾച്ചറൽ ചേഞ്ച് വരുന്നത്. ഇനിയിപ്പോൾ ബിസിനസ് ആയാൽ അതിലേതൊക്കെ രംഗങ്ങളായിരിക്കും ഭൂമായി വരിക, ഏതൊക്കെ ജനവിഭാഗങ്ങൾ ആക്രമിക്കപ്പെടും. ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഹദീസുകളിലുണ്ട്. പക്ഷെ അത് ഒരു കോമൺ ആയിട്ടുള്ള ആൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല ഹദീസുകളിലതുള്ളത്. പലപ്പോഴും ആഴമേറിയ പഠനം അതിനാവശ്യമാണ്. ഈ ആഴമേറിയ പഠനങ്ങളിലൂടെ ഇത് മനസ്സിലാക്കിയ ആളുകൾ അങ്ങനെ വളരെ വ്യക്തമായിട്ട് ഇത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കില്ല. അതവരാ അറിവ് മറച്ചു വെക്കുന്നതല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തന്നെ നിർദ്ദേശമുണ്ട്. കേൾക്കുന്നവരുടെ, നമ്മൾ ആരോടാണോ കാര്യങ്ങൾ പറയുന്നത്, നമ്മൾ ആരോടാണോ ഈ ഇൽമുകളൊക്കെ വെളിപ്പെടുത്തുന്നത്, നമ്മൾ ഈ അറിവ് ആർക്കാണ് കൈമാറുന്നത്, അവരുടെ ബുദ്ധിക്ക് അനുസരിച്ച് ആ വ്യക്തിയുടെ ഒരു നിലപാട്, ആ വ്യക്തി എത്രത്തോളം ഇത് ഉൾക്കൊള്ളാൻ കഴിയുന്ന ആളാണ്, ഇനി ഉൾക്കൊണ്ടാൽ തന്നെ അയാൾ ഏത് രീതിയിൽ ഇതിനെ കൈകാര്യം ചെയ്യും, ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കി കൃത്യമായിട്ടായിരിക്കണം നമ്മൾ നമ്മുടെ അറിവ് കൈമാറ്റം ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ കൊടുക്കുക എന്ന് പറയുന്നത് ഒരു തരത്തിൽ അപകടമാണ്. ഇപ്പോൾ എല്ലാ രാജ്യത്തും ഗൺ ലൈസൻസ്ഡ് അല്ലല്ലോ. ചില രാജ്യങ്ങളിൽ വളരെ സിമ്പിളായിട്ട് ആളുകൾക്ക് ഗണ്ണൊക്കെ യൂസ് ചെയ്യാം. എന്നാൽ ചില രാജ്യങ്ങളിൽ അങ്ങനെയില്ല. അങ്ങനെ വളരെ എല്ലാവർക്കും സുതാര്യമായിട്ട് ഗണ്ണ് യൂസ് ചെയ്യാൻ പവർ കൊടുക്കുന്ന, അനുവാദം കൊടുക്കുന്ന രാജ്യങ്ങളിൽ അതിൻ്റേതായ പല അപകടങ്ങളും, ഉദാഹരണത്തിന് US നിന്നൊക്കെ പലപ്പോഴും കൂട്ട വെടിവെപ്പുകൾ, ഒരാൾക്ക് ഡിപ്രഷൻ ഉണ്ടാകുമ്പോൾ അതിൻ്റെ പേരിൽ ജീവിതം അവസാനിപ്പിക്കപ്പെടുന്നത് അയാളുടെ ചുറ്റും ജീവിക്കുന്ന ഒരുപാട് പേരുടേതാണ്. ഇത്ര ചെറിയ ചെറിയ കുട്ടികൾ, എത്ര സാധാരണക്കാർ അങ്ങനെ വെടിവെപ്പിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട്. കാരണം അവർക്ക് നല്ല സ്റ്റേബിളായി നിൽക്കുന്ന സമയത്ത് അവർക്ക് ഗണ്ണിന് ലൈസൻസ് കിട്ടിയിട്ടുണ്ടാവും. പിന്നീട് എപ്പോഴോ പ്രണയ നൈരാശ്യമോ അല്ലെങ്കിൽ ഡ്രഗിൻ്റെ യൂസ് കാരണമോ ഒക്കെ ആയിട്ട് അവർക്ക് സമനില തെറ്റുന്നു. ആ സമയത്ത് അവർ പുറത്തിറങ്ങുന്നു, ഒരുപാട് പേരെ വെടിവെച്ചിടുന്നു. ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. ഞാനത് പറയാൻ കാരണം ഇതാണ്, നമ്മൾ ആർക്ക് എന്ത് കൊടുക്കുന്നു എന്നുള്ളത്, എന്ത് ആക്സസ് കൊടുക്കുന്നു എന്നുള്ളത് എപ്പോഴും വളരെ ചിന്തിച്ചിട്ടും വളരെ സൂക്ഷ്മമായിട്ടും ആയിരിക്കണം. ആയുധത്തെക്കാൾ വലിയ പവറുള്ളതാണ് യഥാർത്ഥത്തിൽ അറിവ് എന്നുള്ളത്. ഇൽമ് വളരെ പവർഫുള്ളാണ്. നമ്മൾ അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ എന്ന് പറയാറുണ്ടല്ലോ. ഒരു വിശ്വാസിയുടെ ആയുധമാണ് ദുആ എന്ന് പറയാറുണ്ട്. ബോംബുകളെക്കാളും മിസൈലുകളെക്കാളും ഒക്കെ പവർഫുള്ളാണ് ദുആ. എന്നതുപോലെ തന്നെ അറിവ് വളരെ ഡേഞ്ചറാണ്. അത് ഏത് രീതിയിൽ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതിനെ കുറിച്ച് നല്ല ധാരണ ഉണ്ടാവണം. ഞാനിതൊക്കെ പറഞ്ഞത് എവറിത്തിങ് ഈസ് പ്രഡിക്റ്റഡ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. എല്ലാം പ്രവചിക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാത്തിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതെല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല, ആ ഒരു രീതിയിലല്ല, എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസുകളിലൂടെ ഇത് പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്ക്, എനിക്ക് ഇതെല്ലാം കൃത്യമായിട്ട് അറിയാത്തതിൻ്റെ കാരണം നമ്മൾ മെൻ്റലി അല്ലെങ്കിൽ സ്പിരിച്വലി ആ ഒരു വിധാനത്തിലേക്ക് ഉയർന്നിട്ടില്ല. നമ്മൾ കൂടുതൽ പ്യൂരിഫിക്കേഷന് വിധേയമാകുമ്പോൾ, കൂടുതൽ തസ്കിയത്ത് നമ്മൾ നേടുമ്പോൾ, നമ്മുടെ കാഴ്ചപ്പാടും നമ്മുടെ നിലപാടും അത്രമേൽ മനുഷ്യസ്നേഹം നിറഞ്ഞതാകുമ്പോൾ, പ്രകൃതി സ്നേഹം നമ്മിൽ നിറയുമ്പോൾ നമ്മൾക്ക് ഈ കാര്യങ്ങളൊക്കെ വെളിപ്പെടും. ലോകത്തിപ്പോൾ ഇനി നിലവിലുള്ളതിനേക്കാൾ ഇനിയും ഒരുപാട് വളരാൻ പോകുന്ന ചില ബിസിനസ് രംഗങ്ങളെ ഞാൻ പറയാം. ഇതൊക്കെ നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും. ഹദീസിൽ പറഞ്ഞ രീതി വ്യത്യസ്തമായിരിക്കും. ഉദാഹരണത്തിന് ഒന്ന്, ഈ ഫാഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഡ്രസ്സായാലും ഇനി സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, കോസ്മെറ്റിക്സ്, ആ തരത്തിലുള്ള ബിസിനസ്സുകളൊക്കെ ഇനിയും ഒരുപാട് വളരും. അത് നല്ലതാണോ ചീത്തയാണോ എന്നല്ല ഞാൻ പറയുന്നത്, അത് വളരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ ആയുധങ്ങൾ, അതും വളരെയധികം ഇനിയും വളർച്ച അതിന് പ്രാപിക്കും. പിന്നെ നമുക്കൊക്കെ ഒരു ആശങ്കയുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഈ
ഒരു ധാർമ്മികമായിട്ടുള്ള ഒരു മൂല്യച്യുതി സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഉദാഹരണം ഇസ്ലാമിക്കായിട്ട് പറയുകയാണെങ്കിൽ ഇസ്ലാമിൻ്റെ പല ആശയങ്ങളും കാറ്റിൽ പറത്തുന്നുണ്ട്. മുസ്ലിമീങ്ങൾ തന്നെ ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള പല വിശ്വാസ കാഴ്ചപ്പാടുകളിൽ നിന്നും ലിമിറ്റേഷനുകളിൽ നിന്നൊക്കെ പുറത്തു കടക്കുന്നുണ്ട്. അത് ആഘോഷിക്കുന്നുണ്ട്. ഒട്ടും യാതൊരു കൂസലും ഇല്ലാതെ ഹറാമുകൾ ചെയ്യുന്നൊക്കെ ഉണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ചില ആളുകളെങ്കിലും ചിന്തിക്കും, കുറച്ചും കൂടി ഒരു 5-10 വർഷം കഴിഞ്ഞാൽ പിന്നെ നാട്ടിലൊന്നും ഇസ്ലാം ഉണ്ടാവില്ല, വളരെ മൂല്യച്യുതി സംഭവിക്കുന്നൊക്കെ. പക്ഷേ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലം എത്ര മുമ്പോട്ട് പോയി കഴിഞ്ഞാലും നമ്മുടെ ചുറ്റുപാട് എത്ര മോശമായി കഴിഞ്ഞാലും വളരെ നല്ല രീതിയിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുന്ന നല്ലൊരു സംഘം, വലിയൊരു സംഘം തന്നെ ലോകത്തുണ്ടാകും എന്നുള്ളതാണ്. ആ ഇസ്ലാമിക വിശ്വാസങ്ങൾ വളരെ മനോഹരമായിട്ട് മറ്റാർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകും. ഇതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്, മനുഷ്യൻ്റെ പരമമായൊരു ലക്ഷ്യം എന്ന് പറയുന്നത് സുഖിക്കണം, സന്തോഷിക്കണം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആസ് എ മുസ്ലിം, ഇപ്പോൾ എൻ്റെ കാഴ്ചപ്പാടാണെങ്കിൽ മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുന്നതായാലും സുഖിക്കണം എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ബിയോണ്ട് ദ ലിമിറ്റേഷൻ, പരമസുഖമാണ് വാഗ്ദാനം ചെയ്യുന്നത്. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുക. ആഫ്റ്റർ ലൈഫ്, മരണമില്ലാത്തൊരു ജീവിതമുണ്ട്. അത് ഒരു വെറുതെ സങ്കല്പത്തിൽ പറയുന്നതല്ല, അത് 100% ഉറപ്പാണ്. ഇപ്പോൾ ഭൂമിയിലെ ചില കാര്യങ്ങൾ പറയുന്നതിനേക്കാൾ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് 100% ഉറപ്പോടുകൂടെ പറയാൻ കഴിയുന്ന കാര്യമാണ് ഒരു ആഫ്റ്റർ ലൈഫ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ആ ലൈഫിൽ കൂടെ സുഖിക്കുക, അവിടെ കൂടെ സന്തോഷം, അവിടെ കൂടെ ഹാപ്പിനെസ്, അതാണ് ശരിക്ക് നമ്മൾ സ്വപ്നം കാണുന്നത്, നമ്മൾ ആഗ്രഹിക്കുന്നത്. അതാണ് നമ്മുടെ ഒരു റൂട്ട് മാപ്പ് പ്ലാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് വിശ്വാസികളെ സംബന്ധിച്ച് ബുദ്ധിമാന്മാർ എന്ന് ഖുർആനിൽ പറയുന്നത് കാണാം. ശരിക്കും അതല്ലേ ബുദ്ധി? ഇപ്പോൾ നിങ്ങൾ നമ്മുടെ ഇവിടുത്തെ ലൈഫിലേക്ക് തന്നെ നോക്കൂ, ഭൂമിയിലെ ലൈഫിലേക്ക് ചെറിയൊരു ലൈഫ് സ്പാനാണുള്ളത്, കുറച്ച് കാലമാണ്. അതിൽ തന്നെ നമ്മൾ ആസ്വദിക്കാവുന്ന പല അവസരങ്ങളും വേണ്ടെന്ന് വെക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ എന്നെ കാണുന്ന നിങ്ങൾ കള്ളുകുടിക്കാത്ത എന്തുകൊണ്ടാണ്? ഒരുപക്ഷെ നിങ്ങൾ ഹറാമാണ് എന്ന അടിസ്ഥാനത്തിലായിരിക്കും. ഞാൻ പറയട്ടെ, ഈ ഹറാമൊന്നും ഇല്ലാത്ത ഒരുപാട് ആളുകളുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. അവർക്ക് ഒരുപക്ഷെ വിശ്വാസമൊന്നും ഉണ്ടാവില്ല, പക്ഷേ അവർ കള്ള് കുടിക്കുന്നില്ല. അതിൻ്റെ കാരണം ആഖിറത്തിൽ ശിക്ഷ ലഭിക്കുന്നോ, ഇത് ഹറാമാണോ എന്ന ചിന്തയൊന്നും അല്ല, മറിച്ച് കള്ള് കുടിച്ചു കഴിഞ്ഞാൽ വിത്തിൻ കുറച്ച് കാലം കൊണ്ട് തന്നെ അതിൽ അഡിക്ഷൻ വന്നേക്കാം. അതെന്തായാലും ഹെൽത്തിന് ഹാനികരമാണ്. ഇതൊക്കെ സയൻറ്റിഫിക്കലി പ്രൂവ്ഡാണ്, നമ്മുടെ ചുറ്റുള്ളത് കാണുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ ലോങ് ടേമിൽ വലിയ അപകടങ്ങൾ ഉണ്ടായേക്കാം എന്ന് കരുതിയിട്ട് ഇപ്പോൾ അത് വേണ്ടെന്ന് വെക്കുകയാണ്. സംഗതി സുഖമാണ്, ആ കള്ളൊക്കെ കുടിച്ച് ഇങ്ങനെ കിളിപാറിയിരിക്കൽ, ഒരു പ്രത്യേക ഒരു മെൻ്റൽ സ്റ്റേറ്റിലേക്കൊക്കെ പോകൽ രസമാണ്. പക്ഷെ അത് വേണ്ടെന്ന് വെക്കുന്നു. വൈ? ഈ ഭൂമിയിലെ തന്നെ ലോങ് ടേമിലുള്ള സുഖവും സന്തോഷവും ലക്ഷ്യം വെച്ചിട്ടാണ്, ലൈഫിലെ ഒരു സമാധാനം അത് കീപ്പ് ചെയ്യണം എന്നൊക്കെ വെച്ചിട്ടാണ്. അറ്റ് ദ സെയിം ടൈം നമ്മൾ ഡ്രഗ്സിലേക്ക് വരാം, വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ചില ആക്ടിവിറ്റികൾ, അതിൽ നിന്നൊക്കെ നമ്മൾ മാറി നിൽക്കുന്നത് ഇതിൻ്റെ പേരിലാണ്. ദീർഘകാലാടിസ്ഥാനത്തിൽ നമുക്ക് പലതും നഷ്ടപ്പെട്ടേക്കാം എന്നൊരു ഭയത്തിൽ അങ്ങനെ നോക്കുമ്പോൾ, എന്നാലും ഇവർ പ്രയാസമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇവർ അനുഭവിക്കുന്നു, ആസ്വദിക്കുന്നുണ്ടാവും. ഇതേ ഒരു കാര്യം തന്നെയാണ് യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങളും ചെയ്യുന്നത്, വിശ്വാസത്തിൻ്റെ പേരിൽ നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഇതിനെ പലരും ഫുൾ റെസ്ട്രിക്ഷനാണ് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. പക്ഷെ അവർക്ക്, ഞാൻ മനസ്സിലാക്കുന്നത്, അവർക്ക് ഈ ഒരു ഈ ഒരു ആഖിറത്തെക്കുറിച്ചുള്ള ധാരണയില്ലാത്തത് കൊണ്ടാണ്. സ്വർഗത്തെപ്പറ്റിയും മഹ്ശറിനെ പറ്റിയും അർശിനെ പറ്റിയും ഹൗലുൽ കൗസറിനെ പറ്റിയും ഇതിനെപ്പറ്റിയൊന്നും ധാരണയില്ലാത്തത് കൊണ്ടാണ്. ഇനി ഇതിനെപ്പറ്റി കേൾക്കുന്നവർ തന്നെ ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഒരു ചിത്രം അവരുടെ മനസ്സിലില്ല. അതുകൊണ്ടാണ് പലപ്പോഴും ഇതൊക്കെ കേട്ടിട്ടും ഇതൊക്കെ അറിഞ്ഞിട്ടും ഇതൊക്കെ എന്തോ ഒരു കുറച്ചൊരു സാങ്കല്പിക കഥകളൊക്കെ പോലെ അവർക്ക് ഫീൽ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ അർശിനെ പറ്റിയും ഖബറിനെ പറ്റിയും മഹ്ശറിനെ പറ്റിയും സ്വർഗത്തെ പറ്റിയും
സ്വർഗത്തിലെ ലിഖാ ഉല്ലാഹി, അള്ളാഹുവുമായുള്ള കൂടിക്കാഴ്ചയെ പറ്റിയൊക്കെ ശരിക്കും ബോധ്യം വരും. ആദ്യം നിബിധങ്ങളാരാന്ന് പഠിക്കണം. ആ പഠനത്തിൽ നിന്ന് ഇതിനെക്കുറിച്ച് കൃത്യമായ ധാരണ വരും. ഇതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടാവുമ്പോൾ എന്തുകൊണ്ടാണ് മുസ്ലിമീങ്ങൾ ഈ ലോകത്ത് ഇങ്ങനെ കൃത്യമായൊരു അച്ചടക്കത്തോടുകൂടെ കൃത്യമായൊരു ചിട്ടവട്ടങ്ങളോടെ ജീവിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഒരു ധാരണ, കാഴ്ചപ്പാട് രൂപപ്പെടും. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമ്മൾ മോക്ക് ചെയ്യാൻ പോവില്ല, മുസ്ലിംസിനെ കളിയാക്കാൻ പോവില്ല, അവരെ ചെറുതായി കാണാൻ പോവില്ല. കാരണം അതാണ് ബുദ്ധി എന്ന് ബോധ്യപ്പെടും. ഏതുപോലെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കള്ളിൻ്റെ ദൂഷ്യവശങ്ങൾ കൃത്യമായി അറിയുന്ന ഒരാൾ കള്ളിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ അതിനെ നമ്മൾ സ്മാർട്ട്നെസ് എന്ന് വിളിക്കും.